ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളുടെ സമാനതകളില്ലാത്ത ധൈര്യവും ത്യാഗമനോഭാവവുമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന സന്ദേശമുയർത്തിയ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിന്റെയും ധീരതയുടെയും അമരസ്മരണയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. वर्ष 1942 में राष्ट्रपिता महात्मा गांधी जी ने देशवासियों को करो या मरो का मंत्र दिया था. भारत छोड़ो आंदोलन भारत के लोगों की एकता, अदम्य साहस तथा अन्याय के विरुद्ध सत्य एवं अहिंसा पर आधारित संघर्ष का अमर प्रतीक है. इस आंदोलन ने स्वतंत्रता प्राप्ति की दिशा में निर्णायक जन जागरण का मार्ग प्रशस्त किया. പ്രതിപക്ഷ ബഹളത്തിനിടെ MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്ന് ബില്ലിന് അംഗീകാരം നൽകുകയായിരുന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൈത്തറി അവാർഡുകളും രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിച്ചു. ഇന്ത്യയുടെ കൈത്തറി നൈപുണ്യത്തിന് ആഗോളതലത്തിൽ അംഗീകാരം ലഭിക്കുന്നതിനായി കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവയ്ക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൊൽക്കത്തയിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണയ്ക്കായി 2015 ഓഗസ്റ്റ് 7-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ കൈത്തറി ദിനാഘോഷത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇന്ത്യ ഇസ്രായേൽ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സ്ഥിതിഗതികളും നേതാക്കൾ വിലയിരുത്തി. മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 4 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂർ ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കുറഞ്ഞെങ്കിലും ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളത്തിലാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലടക്കം ഗതാഗതം പ്രയാസമായി മാറി. ആലപ്പുഴയിൽ നിന്ന് മങ്കമ്പ് 2ാം പാലം വരെ ഒരുവിധം സഞ്ചരിക്കാം. 2ാം പാലത്തിന് കിഴക്ക് നിന്ന് പിന്നെ വെള്ളക്കെട്ടാണ്. പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളുവാനും മാർഗമില്ല. പരമ്പരാഗത പമ്പിംഗ് രീതിയായ പെട്ടിയും പറയും ഉപയോഗിച്ച് വെള്ളം കളയാനാകാത്ത വിധം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവായി. ആധാർ ബന്ധിപ്പിച്ച് ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ തുക വിതരണം ചെയ്യും. ശേഷിക്കുന്ന തുക തിരിച്ചടയ്ക്കുന്നതിലെ കാലതാമസം, സേവന പോർട്ടലിലെ രേഖപ്പെടുത്തലിലെ പൊരുത്തക്കേട്, അർഹതയില്ലാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം എന്നിവ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കിടപ്പ് രോഗികളായ ഗുണഭോക്താക്കളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതമാക്കി. 7 ദിവസമായിട്ടും ഗൌതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ ഗൌതം കൃഷ്ണയുടെ അമ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നീണ്ടകര അഴിമുഖത്തിന് സമീപം തിരയിൽപ്പെട്ട് ബോട്ട് തകർന്നാണ് 26 വയസ്സുള്ള ഗൌതം കൃഷ്ണയെ കാണാതായത്. അപകടത്തിൽ ഗൌതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചിരുന്നു. ഗൌതമിനായി കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും ഈ ദിവസങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇന്ന് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടും മത്സ്യത്തൊഴിലാളികളും കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ തെരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘങ്ങളും തെരച്ചിൽ നടത്തുന്നുണ്ട്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 97 ഉയർന്നു. 15 ജില്ലകളിലായി 1.68 ലക്ഷത്തിലധികം പേരെ ദുരിതം ബാധിച്ചിട്ടുണ്ട്. ഗോലാഘട്ട്, ശിവസാഗർ തുടങ്ങി പ്രളയക്കെടുതി രൂക്ഷമായി ബാധിച്ച ജില്ലകളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ധൻസിരി നദിയിൽ മാത്രമാണ് ജലനിരപ്പ് അപകടനിലയിൽ തുടരുന്നത്. ഉത്തരാഖണ്ഡിൽ മഴ ശക്തമായി തുടരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗോത്രി, യമുനോത്രി ദേശീയപാതകളിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മലയോര ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബദ്രിനാഥ്, കേദാർനാഥ് ദേശീയപാതകളിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. ഡൽഹി IITയുടെ 57ാമത് ബിരുദദാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ മികച്ച പ്രകടനത്തിനുള്ള വിവിധ അംഗീകാരങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കും. IITയുടെ സോണിപത് ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന നിർമ്മിത ബുദ്ധി അധിഷ്ഠിത കമ്പ്യൂട്ടിംഗ് സൌകര്യമായ പരം പ്രഗ്യ അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. നിയന്ത്രണ രേഖയിലെ നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി ഇന്ത്യയും ചൈനയും. അതിർത്തിയിലെ സ്ഥിതിഗതികളുമായി ബന്ധപ്പെട്ട 36ാമത് വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ യോഗത്തിലാണ് ചർച്ച നടന്നത്. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങളായ അഷ്മിത ചാലിഹയും രക്ഷിത രാംരാജും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടറിൽ ജപ്പാൻ ടോപ്പ് സീഡ് ഹിന അക്കാച്ചിയാണ് അഷ്മിത പരാജയപ്പെടുത്തിയത്. മറ്റൊരു ക്വാർട്ടറിൽ ഇന്ത്യയുടെ തൻവി ശർമ്മയാണ് രക്ഷിത പരാജയപ്പെടുത്തിയത്. പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ പൃഥ്വി കൃഷ്ണമൂർത്തി, കൃഷ്ണപ്രസാദ് സഖ്യം അല്പസമയത്തിനകം മലേഷ്യൻ സഖ്യത്തെ നേരിടും. യുഎസിൽ നടന്ന ഗ്രാൻഡ് ചെസ് ടൂർ സെന്റ് ലൂയിസ് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ഉസ്ബെക്കിസ്ഥാന്റെ ഗ്രാൻഡ് മാസ്റ്റർ ജാവോഖീർ സിന്ദാരോവിനെ സമനിലയിൽ തളച്ചാണ് 20-കാരനായ പ്രജ്ഞാനന്ദ കിരീടം ഉറപ്പിച്ചത്. ജന്മാവകാശ, പൌരത്വം, ബർത്ത് ടൂറിസം എന്നിവ നിയന്ത്രിക്കുന്നതിനായി 2 എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഒപ്പുവച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വീസാക്കാരുടെയും അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൌരത്വം നിഷേധിച്ച് ട്രംപ് മുൻപിറക്കിയ ഉത്തരവ് US സുപ്രീംകോടതി കഴിഞ്ഞ മാസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമുള്ള ജന്മാവകാശ പൌരത്വം ആർക്കൊക്കെ ബാധകമാവില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. കോങ്കോയിൽ എബോള രോഗബാധിതരുടെ എണ്ണം 4000 കവിഞ്ഞു. 1800-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 300-ലേറെ കുട്ടികൾ കോങ്കോയിൽ എബോള ബാധിച്ച് മരിച്ചതായാണ് യുണിസെഫിന്റെ കണക്കുകൾ. കുട്ടികളിലെ പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ നിർണായക ആരോഗ്യ സേവനങ്ങളെ എബോള വ്യാപനം പ്രതികൂലമായി ബാധിക്കുന്നതായും യുണിസെഫ് ആശങ്ക പങ്കുവച്ചു. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന് ഇനി അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയേണ്ടത് ആഗോള സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നും ട്രംപ് പറഞ്ഞു. പാകിസ്ഥാനിൽ വിദേശ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര പത്രസ്വാതന്ത്ര്യ സംഘടന. നിയമം ജനാധിപത്യ വിരുദ്ധമാണെന്നും പാക് അധിനിവേശ കശ്മീരിനെക്കുറിച്ചുള്ള വാർത്തകൾ സെൻസർ ചെയ്യാൻ ഇത് കാരണമാകുമെന്നും സംഘടന മുന്നറിയിപ്പ് നൽകി. ഗോവ നിയമസഭയിലെ പട്ടികവർഗ പ്രാതിനിധ്യം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള നിയമം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു. സംസ്ഥാനത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുള്ള നടപടിയെ ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് സ്വാഗതം ചെയ്തു. ജാർഖണ്ഡിൽ JPSC, JSSC പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തുന്നതിനായി 11-അംഗ സംഘത്തിന് രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. MSME ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 84ാം വാർഷികത്തോടനുബന്ധിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യസമര സേനാനികൾക്കും പാർലമെന്റിന്റെ ശ്രദ്ധാഞ്ജലി. ദേശീയ കൈത്തറി ദിനത്തിൽ ആശംസകൾ അറിയിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. കേരളത്തിൽ 2 ദിവസം കൂടി ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഗൌതമിനായി തെരച്ചിൽ ഊർജിതം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ സെമി ഫൈനലിൽ കടന്ന് ഇന്ത്യയുടെ രക്ഷിത രാംരാജും അഷ്മിത ചാലിഹയും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.